സോയ എന്താണ് സോയ എന്തേലും നോക്കിയാണ് ഒന്നിനെ പിടിക്കാൻ നോക്കിയാണ് സോയക്ക് ഓന്താണ് സോയൻ്റെ മെയിൻ ശത്രു. ഇത് എല്ലായിടത്തും എവിടെയാണ് ഓന്തുണ്ടെന്നുള്ളതാണ് ചെറിഞ്ഞെറിഞ്ഞ് നടക്കുന്നത്. ഇത് കൊച്ചുങ്ങൾക്കുള്ള ചോറ് വയ്ക്കണതാണ്. ഇവർക്ക് എല്ലാവർക്കും കൂടിയുള്ള ചോറാണ്. ചോറെന്ന് പറയുമ്പം ബീഫിൻ്റെ എല്ലാം ഇട്ടിട്ട് ഒരു 6-7 പേരുണ്ടല്ലോ, പിന്നെ പുറത്ത് 2-3 കുട്ടികളുണ്ട്, അവർക്കും എല്ലാവർക്കും കൊടുക്കണം. ഇപ്പോൾ ചൂട് കൊണ്ടാണോ അവരാരും അങ്ങനെ ഫുഡൊന്നും ഒത്തിരിയും കഴിക്കാറില്ല. അതുകൊണ്ട് കൊടുക്കണ ചോറെല്ലാം ബാലൻസാണ്. അത് ഇനി വെളിയിലത്തെ കുട്ടിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് ഈ പിള്ളേർ സമ്മതിക്കില്ല. അവർ തിന്നാലും തിന്നില്ലെങ്കിലും അവരുടെ ഫുഡ് വേറെ അവർക്ക് കൊടുക്കുന്നതിനോടും താല്പര്യമില്ല. അല്ലടി ഉണ്ടക്കണ്ണി എന്തൊക്കെ ഇവളാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പാവത്തോനെ കണക്ക് ഇരിക്കുന്നുണ്ട്. ഇവൾ മഹാ കുഴപ്പമൊക്കെ അറിയണവൾ. ഇവൾ ഇപ്പോൾ കണ്ട പാവം തോന്നി. ഇതുപോലൊരു പാവം കൊച്ച് ഇല്ല. ആരെങ്കിലും ഇവൾ ഭയങ്കര വില്ലത്തിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക ഇല്ല. അവളെ ഉണ്ടോ? കണ്ണുരുട്ടനുണ്ടോ അവൾ? സോയ ഒരു ഷേക്കൻ്റെ അടിയാണേ, ഒരു ഷേക്കൻ്റെ അടിയൊക്കെ ഇപ്പോൾ സ്വഭാവം മാറുകളാണ്. ഒരു ഷേക്കൻ്റെ അടിയൊക്കെ അവൾ തരൂല. അവളെ പപ്പയ്ക്കാണെങ്കിൽ അത്രേ കൊടുക്കുള്ളൂ. പപ്പയാണ് അവളെ എല്ലാം. പപ്പയ്ക്കാണ് എല്ലാം കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കടിയും കൊടുക്കും. പപ്പേനെയാണ് അവൾ എല്ലാ ദേഷ്യങ്ങളെല്ലാം തീർക്കണതും പപ്പേനെ തന്നെ. സ്നേഹം തീർക്കണതും പപ്പേൻ്റെ അടുത്ത് എല്ലാം പപ്പേൻ്റെ ഇടയാണ്. അല്ലേക്കളെ ബാ നമുക്ക് ഓന്തിനെ പിടിക്കണ്ടേ? ഓന്ത അവിടെ? ബാ നമുക്ക് ഓന്തിനെ പിടിക്കാം. അതുപോലെ അവിടെ ഓന്തുണ്ട്. ഓടിയാ ബാടി ബാ.